എല്ലാവർക്കും ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ ചൂടിനെയൊക്കെ തരണം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാൽ എന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഈസിയുമായിരിക്കും, കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കയറി കാണണേ. അതിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലോട്ട് നമുക്കുള്ള മധുരത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ബീറ്റർ വെച്ച് നല്ലതുപോലെ പ്ലഫി ആവുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഈ ബീറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത്, പിസ്തയോ ചോക്ലേറ്റോ അല്ലെങ്കിൽ വാനിലയോ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇത്രയും പ്ലഫി ആക്കണം. അതായത് നമ്മളൊരു സ്പൂൺ എടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം കോരിയിട്ട് തട്ടുമ്പോഴത്തേക്ക് പതിയെ മാത്രമേ വീഴാൻ പാടുള്ളൂ. നല്ല പ്ലഫി ആക്കണമെന്നില്ല, എന്നാലും മാക്സിമം ഒന്ന് പ്ലഫി ആക്കി നമുക്ക് നട്ട്സോ ചോക്ലേറ്റോ എന്താണോ നമുക്കിഷ്ടം അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ 2 കപ്പിൽ നമുക്ക് രണ്ട് ഐസ്ക്രീം ബോട്ടിലിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 ലിറ്ററിൻ്റെ. അങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പ്ലഫി ആയിട്ടുള്ള ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നൈറ്റ് തയ്യാറാക്കാൻ നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലഫി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. ആദ്യം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ